ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ 2014 അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന അഹാന കൃഷ്ണയുടെ മികച്ച തുടക്കമായിരുന്നു കരിയറിൽ ലഭിച്ചത്. രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന അഹാനയുടെ ഏറെ പ്രതീക്ഷ നൽകിയ സിനിമയായിരുന്നു. വലിയ അവസരങ്ങൾ തന്നെ തേടി വരുമെന്ന് അഹാന പ്രതീക്ഷിച്ചു. മുൻനിര നടിയാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് അഹാന തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഹാനയുടെ കരളിൽ തടസ്സമായി എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. സ്ക്രീൻ പ്രസൻസും അഭിനയ മികവുമുള്ള അഹാനയ്ക്ക് ചുരുക്കം സിനിമകളിലേ നായികയാകാറുള്ളൂ. അഹാന നായികയായി എത്തേണ്ടിയിരുന്ന ശ്രദ്ധേയ സിനിമകൾ ഒന്നായിരുന്നു അന്നയും റസൂലും. രാജീവ് രവി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണിത്. എന്നാൽ അഹാനയ്ക്ക് പകരം നടി ആൻഡ്രിയ ജെർമിയാണ് ചിത്രത്തിൽ നായികയായത്. ഫഹദ് ഫാസിലെ ആൻഡ്രിയ ജെർമി കെമിസ്ട്രി ജനപ്രീതി നേടുകയും ചെയ്തു. അഹാന അന്യായി എത്തിയതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അഹാനയേക്കാൾ മികച്ച ചോയ്സ് ആൻഡ്രിയ തന്നെയാണെന്ന് ഭൂരിഭാഗം അഭിപ്രായവും പറയുന്നു. ഫഹദ് അഹാന ജോഡി അന്ന് അനുചിതമായാണ് എന്ന അഭിപ്രായമുണ്ട്. 30കാരനൊപ്പം സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കാസ്റ്റ് ചെയ്യുന്നതും ആരുടെ ഐഡിയ ആയിരുന്നു? അത് ഫിസിക്കൽ റെസിഡ്യൂനുള്ള സിനിമയിൽ എന്നാണ് ഒരു കമന്റ്. ആൻഡ്രിയോട് ഫഹദിന് ഷൂട്ടിങ്ങിനിടെ കടുത്ത പ്രണയം തോന്നിയെന്നും അക്കാലത്ത് വാർത്തയായിരുന്നു. ആൻഡ്രിയോട് തനിക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ച് പിന്നീടൊരിക്കൽ ഫഹദ് ഫാസിൽ സംസാരിച്ചിട്ടുണ്ട്. 2013-ലാണ് അന്നയും റസൂലും റിലീസ് ചെയ്തത്. 2014-ൽ ഫഹദ് നസ്രിയ നസീമിനെ വിവാഹം ചെയ്യുകയും ചെയ്തു. അന്നയും റസൂലിൻ്റെ നായികയാകാനെക്കുറിച്ച് അഹാന ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് എന്നെയും അന്നയും റസൂലേക്ക് വിളിച്ചതെന്നറിയില്ല. ഇന്ന് ആളുകളുടെ മക്കളല്ലേ, സിനിമയിലെടുക്കാം എന്നൊന്നും ആയിരുന്നില്ല. ഇന്നായിരുന്നു എന്നെ അന്നയും റസൂലേക്ക് വിളിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നു. അന്ന് 11ൽ പഠിക്കുകയായിരുന്നു. എൻട്രൻസ് കോച്ചിങ് ചേർന്ന സമയം. ഞാൻ നോ പോലും പറഞ്ഞില്ലെന്നാണ് സത്യം. അതൊരു ചർച്ചയായി പോയി. ആൻഡ്രിയ ചെയ്ത റോളിന് 15 വയസ്സുള്ള ഞാൻ ഒരിക്കലും യോജിക്കില്ലെന്ന് ഇന്ന് തോന്നുന്നില്ല. പക്ഷേ അങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി ഇന്ന് രാജീവ് രവി വിളിക്കുമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അഹാന കൃഷ്ണ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് അഹാന കൃഷ്ണ. അടിയാണ് അഹാനയുടെ നായികയായി എത്തി അവസാനം റിലീസ് ചെയ്ത സിനിമ. നാൻസി റാണി എന്ന സിനിമയും ബന്ധപ്പെട്ട് അഹാന അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. സിനിമയുടെ പ്രൊമോഷനുമായി അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ല എന്നാരോപിച്ച് മേക്കേഴ്സിൽ ഒരാളായ നൈന രംഗത്ത് വന്നിരുന്നു. അന്തരിച്ച ജോസഫ് മിനു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നാൻസി റാണി. റിലീസിന് മുമ്പ് ജോസഫ് മനു മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. ജോസഫ് മനുവിൻ്റെ ഭാര്യയാണ് നൈന.